അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായം എന്റെ 29-ാമത്തെ വാക്യം. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നന്ന എന്ന് വായിക്കുക. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് വായിച്ചത്. ഒരിക്കലും വചനം ആവർത്തിച്ച് വായിക്കുന്നു. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് എന്ന് യഹോവയായ ദൈവത്തിന് ഇസ്രായേലിനെക്കുറിച്ചുള്ള ഒരു ആഗ്രഹമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം അതാ കേട്ടോ. ഹല്ലേലൂയ. എന്താണ്? എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്. ഇസ്രായേലിനെക്കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെയാണ് പുതിയ നിയമസഭയെക്കുറിച്ചും ദൈവം ചിന്തിക്കുന്നത്. നമുക്ക് ഹൃദയം ദൈവം തന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവിക കൽപ്പനകളാൽ നിറയപ്പെട്ട് ദൈവത്തിന് പ്രസാദമുള്ളത് നാം ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ചു തന്നത്. ഹല്ലേലൂയ. ആ നിർമ്മലമായ ഹൃദയത്തിനകത്താണ് ലോകത്തിനുള്ള സകല അശുദ്ധ ചിന്തകളും പ്രവേശിച്ചത്. അശുദ്ധമായ സകല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ വന്നു കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കിണറ് ചില നമ്മുടെ ഹൃദയം ചില പൊട്ടക്കിണർ പോലായി മാറി. ഹല്ലേലൂയ. കിണറിന്റെ അവസ്ഥ പോലായി. പൊട്ടക്കിണർ നിങ്ങൾക്കറിയാം, അതിനകത്തെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ആവർത്തന പുസ്തകം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം 10 കൽപ്പനകൾ വീണ്ടും പുതുക്കി കൊടുക്കുന്ന കാണുന്നത്. അല്ലെങ്കിൽ ആദ്യ ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുത്തിരുന്നു. അത് ഇസ്രായേലിന്റെ പാപം മുഖാന്തരം മോശ കൽപ്പന പൊട്ടിച്ചു കളഞ്ഞു. വീണ്ടും യഹോവയായ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുകയും കൽപ്പനകൾ പുതുക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. അല്ലെ? അപ്പം ദൈവം സീനായിൽ വെച്ച് കൽപ്പന കൊടുക്കുമ്പോൾ 20 വയസ്സിൽ താഴെ പ്രായം ഉണ്ടായിരുന്ന ഇസ്രായേൽ ഇപ്പോൾ മുതിർന്ന പൗരന്മായി തീർന്നിരിക്കുന്നു. അതിനാൽ ഈ പുതിയ തലമുറയോട് യഹോവയുടെ കൽപ്പനകൾ ഒന്നുകൂടി ഓർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ദൈവവചനം തരുന്നത്. ഈ പുതിയ തലമുറയോട് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് കർത്താവിന്റെ കൽപ്പനകൾ 10 കൽപ്പനകളെ കുറിച്ച് പറഞ്ഞിട്ട് ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ അതിന്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടം നമ്മൾ ചിന്തിച്ചു നോക്കി, 10 കൽപ്പനകൾ എന്ന് പറയുന്ന ഒരു പ്രമാണം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ ഒരു സമുദായവും അത് അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരാ. ചില സമുദായങ്ങളെ കൽപ്പനയെ അവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് അത് വേർതിരിച്ച് പഠിപ്പിക്കുക. വേദപുസ്തകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ പോലും അവരെ കൽപ്പനയ്ക്കകത്ത് ഉറച്ചു നിൽക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ കൽപ്പനകൾ തെറ്റിച്ച വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നാം ആവർത്തിച്ച് വായിച്ച് നമ്മളുടെ ഹൃദയത്തിനകത്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ മാറിപ്പോകാതിരിക്കാൻ നാം അത് പ്രമാണിച്ച് ജീവിക്കേണ്ടതിന് നല്ലൊരു ഹൃദയം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന് എന്ന് യഹോവയായി ദൈവം സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവാക്കന്മാരോട് പറയട്ടെ, തലമുറകളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനുള്ളതാ. പ്രൈസ്. ഇവിടെ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കൈക്കൊള്ളുവാനായി നിങ്ങൾ തീരുമാനമെടുക്കണം. പ്രൈസ്. കർത്താവിന്റെ കൽപ്പനകള്, പ്രമാണങ്ങള് അല്ലെങ്കിൽ നിയമങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. ഏതൊരു സർക്കാർ നിയമങ്ങൾ നിലവിൽ വരുന്നാലും ആ സർക്കാർ തന്നെ ആ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കും. സർക്കാർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്.
നമ്മുടെ കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, ലോക രാജ്യങ്ങൾ, അതാത് രാജ്യങ്ങളെ ഗവൺമെന്റ് ഓരോ അവസരങ്ങളിൽ എടുക്കുന്ന നിയമങ്ങൾ അത് ജനങ്ങളിൽ ദേശത്ത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരതിനു വേണ്ടുന്നുള്ള എല്ലാ കരുതലുകളും അവർ ചെയ്യും. അതിനുവേണ്ടി പോലീസ് സ്റ്റേഷനുകൾ, കോടതികൾ, ജയിലുകൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഉള്ള വിവിധ സാഹചര്യങ്ങളെ, സംരംഭങ്ങളെ, പ്രസ്ഥാനങ്ങളെ സർക്കാർ ക്രമീകരിച്ച് ദൈവത്തിന് ആമേലിയ ആമി സ്തോത്രം, ദൈവം അല്ലുലിയ ആമി നമ്മോട് പറഞ്ഞ പോലെ തന്നെ എന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ നല്ലൊരു ഹൃദയം ഉണ്ടായിരുന്ന അന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ നിയമങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി സർക്കാർ ഓരോന്ന് ചെയ്യും. അല്ലേലിയ. അപ്പൊ സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളെ നാം അനുസരിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ നാം നിവർത്തിക്കണ്ടേ? ഭൂമിയിലെ സർക്കാർ കൊണ്ടുവരുന്ന സകല നിയമങ്ങൾ അവർ നടപ്പിലാക്കും, ഒന്നുപോലും അത് മാറിപ്പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം പറയുന്നത് നിവർത്തിക്കുക, നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കണം. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടോ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ ഏതെങ്കിലും നടപ്പിലാക്കാതിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം നടപ്പിലാക്കുന്നേ ലേരിയ. അതിനെതിരെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രതിഷേധങ്ങളും ധർണയും ബന്ധും അതുവേണ്ട ഏറും തല്ലുവാട്ടിയും ബഹളവും സമരമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പലതും അടച്ച് അടപ്പിച്ചിട്ടുണ്ട്, തകർത്തിട്ടുണ്ട്. പക്ഷേ നിയമങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ലേരിയ. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് പഠിക്കേണ്ട ഇപ്പൊ ഇന്ത്യ രാജ്യത്തെയാ. ഇന്ത്യ രാജ്യത്തിന് അകത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ മാറ്റുവാൻ ഇന്ന് ഈ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കാർക്കും കഴിയത്തില്ല. അവരൊരു തീരുമാനം എടുത്തത് അവരത് നടപ്പിലാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഏതെങ്കിലും തീരുമാനം വേണ്ട എന്ന് വെച്ചത് പറയാൻ നിങ്ങൾക്കൊന്ന് കഴിയുമോ? നിങ്ങൾ കുറെ ആരവാരങ്ങൾ, ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടതൊന്നും അവരത് മാറ്റത്തില്ല. അവരത് നടപ്പിലാക്കി തന്നെ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അല്ലേ? എന്റെ കാഴ്ചയില്ല കേട്ടോ, നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിച്ചില്ല എനിക്ക് പ്രശ്നമില്ല. ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ലേരിയ. അങ്ങനെ ആ ഗവൺമെന്റ് കൊണ്ടുവരുന്ന, നമ്മുടെ ഭാരത ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് പാലിക്കാൻ വേണ്ടിയിട്ട്, അത് അനുസരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിയമവഴികളും അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാണ്. ലോകം വിവിധ മാർഗങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. സഹോദര സഹോദരി, നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യാത്ര ചെയ്തിരുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു 1.5 കിലോമീറ്റർ മാറി ഒരു ബീവറേജ് ഉണ്ട്. ഭയങ്കര ജനക്കൂട്ടമാണ്. ഒരു 10,000-20,000 കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിയിലെ റോഡിൽ തന്നെ ബീവറേജ് വെച്ചിരിക്കുന്നു. ഒരുപാട് സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്, പ്രതിഷേധമൊക്കെ. പക്ഷെ സമരം നടത്തിയൊരു സമരാനുകൂലികളും എല്ലാം അതിനോട് പിന്നെ യോജിക്കുക ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്തു? റോഡിന്റെ ഇരുവശത്തും ബൈക്കുകളും കാറുകളും എല്ലാം കൊണ്ട് നിർത്തി ഓട്ടോറിക്ഷയും കച്ചവടക്കാരും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ 2 ഹൈസ്കൂളുണ്ട് അടുത്ത്, പിന്നെ മറ്റു അനവധി സ്കൂളുകളുമുണ്ട്. അല്ലെങ്കിൽ ഈ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ അവരുടെ അപ്പന്മാരെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നതാണ് കാണുന്നത്. എവിടെ? ബീവറേജിന്റെ മുമ്പിൽ. പിന്നെ കുഞ്ഞുങ്ങൾ തല താഴ്ത്തി കുമ്പിട്ട് വേണ്ടേ പോകാൻ. അല്ലേലിയ. അതിൽ എൻ്റെ ഒരു കുഞ്ഞൊരിക്കൽ പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങൾ സ്കൂളിൽ പോയിച്ച് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടാ. ഞങ്ങളുടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ടെന്ന്, മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് നാണമില്ലാതെ അല്ലേ ഈ ബീവറേജിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ എത്ര പേരാ? അപ്പം കുട്ടികൾക്ക് പോലും മാതൃകയല്ല. ആരാണ്? മാതാപിതാക്കൾ. അവര് ബീവറേജിന് മുമ്പിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ ഒരു ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ബൈക്കുകളുണ്ട്. അപ്പൊ അവിടെ കാണാൻ കൊള്ളാവുന്നതല്ല, വീട്ടിലെ ഒരു സഹോദരി ഇങ്ങനെ ഇറങ്ങി ബീവറേജിലേക്ക് നോക്കി നിൽക്കുക. അല്ലേരിയ. അപ്പൊ ഞാൻ വണ്ടി സ്ലോ ചെയ്താ വരുന്നത്, കാരണം അവിടെ പെട്ടെന്ന് ഓടിച്ച് വരാൻ പറ്റത്തില്ല. സർക്കാർ 40 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു 10 കിലോമീറ്റർ വരാൻ പറ്റത്തുള്ളൂ. 10ലും വരാൻ പറ്റത്തില്ല, കാരണം എല്ലാം കുടിച്ച് മൂത്ത് നിൽക്കുന്ന, എവിടെയും തട്ടിയ പിന്നെ പ്രശ്നമാണ്, നമുക്ക് വരാൻ പറ്റത്തില്ല. ഈ സഹോദരൻ ബീവറേജിലേക്ക് നോക്കി നിൽക്കുക. എന്തിനാ? ഭർത്താവ് ബീവറേജ് നിൽക്കുക.
ഭർത്താവ് ബീവറേജിൽ നിന്ന് പാഴ്സലുമായിട്ട് ഇറങ്ങി വന്നിട്ട് വേണം സഹോദരിക്ക് വീട്ടിൽ ചെല്ലാൻ. അനവധി ആളുകൾ ഈ സഹോദരി നോക്കുന്നുണ്ട്. അപ്പൊ അവർ ഞെളിവിരി കൊള്ളുന്നുണ്ട്. അവർക്ക് എത്രമാത്രം ലജ്ജയുണ്ടെന്ന് കുട്ടിക്ക്. സ്വന്തം ഭാര്യയെ കൊണ്ട് ബീവറേജിന്റെ മുമ്പിൽ അനവധി കള്ളുകുടിയന്മാർ നിൽക്കുന്നിടത്ത് കൊണ്ട് നിർത്തിവെച്ച് ഭർത്താവ് ബീവറേജിൽ പോയിരിക്കുക സാധനം വെറുക്കാൻ. അപ്പോൾ തന്നെ വേറൊരു അലുവ ഒരു ബൈക്കുകാരൻ പെട്ടെന്ന് കുറെ സാധനമായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയിലിട്ട് കൊടുത്തിട്ട് രണ്ടുപേരും വണ്ടി കയറിപ്പോയി. ഇങ്ങനെ കാറുകളൊക്കെ. ഇവിടുത്തെ സ്ഥിതി അതാ കേട്ടോ, ഇവിടുത്തെ സാഹചര്യം അതാ. ഇതിനകത്ത് എല്ലാ വിഭാഗക്കാരും ഉണ്ട് കേട്ടോ, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അപ്പൊ ഇവിടെ വേദപുസ്തകം എന്താണെന്ന്, പ്രത്യേകിച്ച് ക്രൈസ്തവ ജനത്തോട് ഞാൻ പറയട്ടെ, ക്രൈസ്തവ ജനത്തോട് ദൈവം പറഞ്ഞ വചനം എന്താണ്? അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ബീവറേജിന് മുമ്പിൽ നിൽക്കുന്നതല്ല, മദ്യഷാപ്പിന് മുമ്പിൽ നിൽക്കുന്നതല്ല, ഭാര്യയും മക്കളെ അവർ കൊണ്ട് നിർത്തിച്ചു പോയി മേടിക്കുന്നതല്ല. ആമേൻ. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളാൻ ഒരു ഹൃദയം ഉണ്ടായതെങ്കിൽ എത്ര നന്നെന്ന. നമ്മൾ ലജ്ജിതനായി പോയി ഈ കാലഘട്ടത്തിൽ. അല്ലേലിയ, സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ സഹോദരിമാരൊക്കെ വലിയ ടൂറ് പോയതാ. ആമേ, കള്ളുഷാപ്പിൽ ചോറിനാൻ കയറിയത് കണ്ടില്ലേ? കള്ളുഷാപ്പിൽ കയറി ചോറുണ്ണുന്നു, നല്ല തണുത്ത കള്ളു കുടിക്കുന്നു. അല്ലേലിയ, മൂക്കത്ത് കൈവെക്കുന്ന കാലഘട്ടമായി. ദൈവം നാണിക്കുന്നു, സ്വർഗം നാണിക്കുന്നു. ദൈവം സ്വർഗത്തിൽ ചിരിക്കുന്ന ഈ ജനത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട്. അല്ലേലിയ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും പ്രമാണിച്ച് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഹൃദയം തന്നത്. അത് ഞാൻ മുമ്പ് ആവർത്തി, കിണർ കിടക്കുന്നപോലെ, കിണറുമായി പൊട്ടക്കിണർ കിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ സകല അഴുക്കും നിറഞ്ഞ് കിടക്കുകയായിപ്പോയി. അല്ലേലുയ, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ സ്വർഗരാജ്യത്തിൽ ഉണ്ടായിരിക്കുമോ? നീ സ്വർഗരാജ്യത്തിൽ പോകുമോ? ഇന്ന് നിന്റെ പ്രാണനെ വിട്ടാൽ, ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗത്തിലെത്തുമോ? അല്ലേലിയ. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ്. മദ്യപാനം നിങ്ങൾ ഒഴിവാക്കണം, വെറുക്കൂത്ത് ഒഴിവാക്കണം, നുറുന്നറപ്പ് ഒഴിവാക്കണം, അശുദ്ധമായ ജീവിതങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധിയെ പാലിക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ തന്റെ ശിഷ്യന്മാരോട് വചനം പറഞ്ഞത്, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ്. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. കള്ളുഷാപ്പിൽ കിടക്കുന്നവനും, കള്ളുഷാപ്പിന് മുമ്പിൽ കിടക്കുന്നവനും, കള്ളുഷാപ്പിൽ അടിച്ച് കുടിച്ച് കിടക്കുന്നവനും, വീട്ടിൽ മദ്യം മേടിച്ചുകൊണ്ട് കുടിച്ച് വെളിയില്ലാതെ കിടക്കുന്നവനും, എന്നിട്ട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യനെ മയക്കാൻ ശ്രമിക്കുന്ന സകല മദ്യപാനികളും ദൈവരാജ്യത്തിന്റെ പടി കാണത്തില്ല. ദൈവരാജ്യത്തിന്റെ പടി കാണത്തില്ല. അവർക്ക് നരകം തുറന്നിട്ടിരിക്കുകയാണ്. അല്ലേലിയ. സഹോദരൻ, നീ ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണവും അവന്റെ ചട്ടങ്ങളും നിയമങ്ങളും പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് ഹൃദയം തന്നത്. അത് പൊട്ടക്കിണറായി മാറരുത്. നിങ്ങളുടെ ഹൃദയം പൊട്ടക്കിണറായി മാറരുത്. അല്ലേലിയ. നിങ്ങൾ പൊട്ടക്കിണറിൽ പോയി നോക്ക്, സകല മോശമായതും അശുദ്ധമായതും സകല വീശും ചപ്പും ചവറും എല്ലാം കൊണ്ട വലിച്ചു തള്ളുന്നത് ആ പൊട്ടക്കിണർ. അതിനകത്ത് കുപ്പിച്ചില്ലും വേണ്ട, എന്ത് വേണ്ട, സകല ഇഴജാമതകളും പൊട്ടക്കിണറ്റിലുണ്ട്. മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാ? അല്ലേലിയ. മനുഷ്യ ഹൃദയം എന്നൊക്കെ പറഞ്ഞ ഒരു വനം പോലെ, ഒരു വനം പോലെ. നമുക്കറിയാം വനം എന്താണ്? വനം എന്ന് പറയുന്നത് വനത്തിനകത്ത് പൊട്ടയണലി തൊട്ട് മനുഷ്യനെ വിഴുങ്ങുവാൻ നിൽക്കുന്ന വലിയ പാമ്പ് വരെയുണ്ട്. ലേലിയ. എനിക്ക് എല്ലാ പാമ്പിന്റെ പേരറിയത്തില്ല. എന്റെ മനുഷ്യൻ വിഴുങ്ങുമ്പോൾ വലിയ സർപ്പം ഉണ്ടല്ലോ, അതുവരെ മനുഷ്യൻ ആ വനത്തിലുണ്ട് എന്ന് പറഞ്ഞവരാണ്. മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ വനത്തിലെ പോലെ പൊട്ടയണലി തൊട്ട് വലിയ മലമ്പാമ്പ് വരെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ഹൃദയത്തിനകത്തും ചെറുതും വലുതുമായ അനവധി ദുഷ്ട മൃഗങ്ങൾ കുടികൊള്ളുന്നു, കുടിയിരുത്തിയിരിക്കുക. അതാതിന്റെ സമയത്ത് അത് എഴുന്നേറ്റ് വരും. പ്രൈസലോട്. അല്ലേലിയ. ബാറ് കാണുമ്പോൾ അവിടെ നിൽക്കും, കള്ള് ഷാപ്പ് കാണുമ്പോൾ അവിടെ നിൽക്കും, ആമി ബീവറേജ് കാണുമ്പോൾ അവിടെ നിൽക്കും, ചൂതാട്ടഗീതം കാണുമ്പോൾ നിൽക്കും, വ്യഭിചാരശാല കാണുമ്പോൾ അവിടെ നിൽക്കും. കൊള്ളപ്പലിശയും എന്ന് വേണ്ട ദ്രവ്യം, മണ്ണിനും പെണ്ണിനും പൊന്നിനും വേണ്ടി മനുഷ്യന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നു. അല്ലേലിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ.
ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നിങ്ങൾ വീണ് മരിച്ച് നിങ്ങളുടെ ഹൃദയം തകർന്നു പോകരുത്. സ്തോത്രം. എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്നത്, എത്ര കുടുംബങ്ങളാണ് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നത്. എല്ലാവർക്കും ഭാലാമേൽ ഈ പ്രമാണമുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിന്റെ കുറിച്ച് പഠിക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഭവനത്തിനകത്ത് വിശുദ്ധ ബൈബിളുണ്ട്. എല്ലാ ക്രിസ്ത്യാനിയുടെയും വീട്ടിൽ ബൈബിളുണ്ട്. പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ബൈബിൾ ഉണ്ട്, പക്ഷെ അത് പാലിക്കുന്നില്ല. അപ്പം അവൻ മോശയ്ക്ക് ദൈവം അല്ലെങ്കിൽ ആദ്യ കൽപ്പന കൊടുക്കുമ്പോൾ അന്ന് ജനത്തിന് 20 വയസ്സ്, എന്നാൽ പിന്നീട് ആ ജനം അങ്ങ് വളർന്നു വലുതായി. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിനകത്ത് സകല പൊട്ടയണലുകളും കയറി കൂടിയതുകൊണ്ട് ഈ പ്രമാണം രണ്ടാമത് പുതുക്കി കൊടുക്കുവാൻ യഹോവയായ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഈ കൽപ്പനകളെ പുതുക്കി തന്നത്. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉള്ളത് അതൊരു പൂജാവസ്തുവായിട്ട് വെച്ച് പൂജിക്കുവാനുള്ളതല്ല. ചില വീടുകളിലൊക്കെ ബൈബിൾ പൂജാവസ്തുവിനെ പോലെ വെച്ച് അതിനു മുമ്പിൽ തിരിയും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പൂജിക്കുന്നത് കാണാൻ കഴിയും. ചില വീട്ടിൽ ചെന്നാൽ ബൈബിൾ മാറാമ്പിൽ പിടിച്ചിരിക്കുക. ഞാൻ പലർത്തും ചെന്ന് പറഞ്ഞത്, എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് പൊടിയെങ്കിലും തല്ലിക്കൂട്ടി വെക്കും, മാറാമ്പിൽ അടിച്ച് മാറ്റി വെക്കും. നിങ്ങൾ വായിക്കുന്നില്ല എന്നാൽ പിന്നെ അത് വൃത്തിയായിട്ടെങ്കിലും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ചിലരാണ് രാവും പകലും ഇല്ല ഇരുന്ന് വായിക്കുക, പക്ഷെ ഒന്നും അറിയത്തുമില്ല. ചിലർ രാവും പകലും ഇരുന്ന് വായിക്കുന്നു, ചിലർ എഴുതി പഠിക്കുന്നു, ചിലർ എഴുതി പുസ്തകമായിട്ടുണ്ടാക്കുന്നു. പക്ഷെ അവർക്ക് അതിനകത്ത് എന്താ എഴുതിയെന്നും വായിച്ചെന്നും പുസ്തകം ഉണ്ടാക്കിയത് അവർക്ക് ചോദിച്ചാൽ അറിയത്തില്ല. അറിയാമായിരുന്നെങ്കിൽ അവരുടെ ഹൃദയം ദൈവത്തിനോട് കൊടുക്കുമായിരുന്നല്ലോ. ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും വിധികളും ഒക്കെ കൽപ്പനകളൊക്കെ പ്രമാണിക്കാൻ വേണ്ടി അവരുടെ ഹൃദയം ദൈവത്തിന് കൊടുത്തേനെ വല്ലോ. കൊടുക്കാത്തതുകൊണ്ടാണ് കർത്താവ് പറയുന്നേ, അവർക്ക് നല്ലൊരു ഹൃദയം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാ. ഈശ്വരോ, ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത് അല്ലേലൂയ, ആമീൻ, ലോകത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടുന്നു. ഈ ലോകത്തിന്റെ നിയമങ്ങളെ ഭയപ്പെടുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനെ ധിക്കരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ അധിവസിക്കുന്ന ദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഞാൻ പറയാം, ഞാനിപ്പം ഗുരുവായൂർ വന്നിട്ട് ഒരു 10-18 വർഷം കഴിഞ്ഞ്, 19 വർഷത്തോളം ആകും. ഇവിടെയാണ് 2 പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഗുരുവായൂരിൽ. അല്ലേരിയ ഒന്ന് ടെമ്പിളിനോട് ചേർന്ന്, അമ്പലത്തോട് ചേർന്ന്, ഒന്നിവിടെ അല്പം കൂടെ മാറിക്കോട്ടപ്പടിക്ക് പോകുന്ന സ്ഥലത്ത് 2 സ്റ്റേഷനാണ്. ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന അനവധി ഉദ്യോഗസ്ഥരവിടെ ഉണ്ട്. ഈ 2 പോലീസ് സ്റ്റേഷനെ ധിക്കരിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ 2 പോലീസ് സ്റ്റേഷന്റെ നിയമങ്ങളെയും അവിടെ ഈ ലോകത്തിന് നേർപ്രകാരമാക്കി വെച്ചിരിക്കുന്ന സകല ഉദ്യോഗസ്ഥരെയും ഞാൻ ബഹുമാനിച്ചും ആദരിച്ചും അവരുടെ നിയമങ്ങളൊക്കെ പ്രമാണിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? എന്തിനേറെ പറയാം, നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ കൗൺസിലിനെ പോലും നമ്മൾ അംഗീകരിക്കണമെന്ന്, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ലോക നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സ്വർഗത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചിരിക്കണം. ഈ ലോകത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സ്വർഗീയ നിയമങ്ങൾ. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്, സത്യവേദപുസ്തകം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങൾ എഴുതി തന്നിരിക്കുന്നതാണ്. സ്വർഗരാജ്യത്തിന്റെ നിയമങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കണം, പ്രാവർത്തികമാക്കണം, അത് മനുഷ്യൻ എങ്ങനെ സ്വീകരിക്കണം, മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെ അത് അല്ലെങ്കിൽ പ്രായോഗികമായി കൊണ്ടുവരണം എന്നൊക്കെയുള്ള അനുഭവങ്ങളാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എവിടെ പാർക്കണം, എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, എവിടെ പോകണം, എന്ത് സംസാരിക്കണം, എന്ത് കേൾക്കണം, എന്ത് കാണണം, എന്ത് പറയണം, ലേലിയ എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ നിയമമാണ് സത്യവേദ പുസ്തകം. പ്രൈസലോ, അല്ലേലിയ. അപ്പം നമ്മൾ സ്വർഗത്തിന്റെ നിയമങ്ങളായിരിക്കുന്ന സത്യവേദ പുസ്തകത്തെ നമ്മൾ അനുസരിക്കണം. അല്ലേലിയ. ഇതൊരിക്കലും ഒരു പൂജാവസ്തു അല്ല. നിന്റെ വീട്ടിനകത്ത് നിന്റെ മക്കളെ പറഞ്ഞ് വായിച്ച് പഠിപ്പിച്ച് കേൾപ്പിക്കണം. അവരെയും കൊണ്ട് സ്വയം വായിച്ചു പഠിപ്പിക്കണം. അവർക്ക് അതിന്റെ പൊരുളുകൾ അറിയില്ലെങ്കിൽ ആ പൊരുളുകൾ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടുന്ന കൃപ നിനക്കുണ്ടായിരിക്കണം. പ്രൈസലോ. ഇവിടെ പാപം എന്നാൽ എന്ത്? ഗ്രീക്ക് ഭാഷാ പ്രകാരം ഉന്നതെറ്റൽ എന്നാ പറയുന്നത്. ഒരു പുസ്തകം വായിച്ചപ്പോൾ പാപം എന്നാൽ എന്തെന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചൊരു പഠിതാവ് രേഖപ്പെടുത്തിയത് ഉന്നം തെറ്റുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അമ്പ എയ്യുവാൻ പഠിക്കുമ്പോൾ ദൂരത്തിൽ ഒരു വൃത്തം വരച്ചു വെക്കും. എന്നിട്ട് അമ്പ ചെയ്യുന്നവൻ കൃത്യമായി ആ വൃത്തത്തിനകത്തേക്ക് അമ്പ ചെയ്യാൻ. അല്ലേ? അത് ഉന്നം തെറ്റി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നുവെന്നാൽ
മറികടന്ന് പോയാൽ ഹല്ലേലൂയ പറയും, ഹല്ലേലൂയ അത് ഉന്നം തെറ്റിപ്പോയെന്ന് പറയും. അമ്പ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്പ ചെയ്യുന്നവർ എന്ത് ചെയ്യും? അങ്ങ് ദൂരെ നല്ലൊരു ബോർഡിന്റെ നല്ലൊരു വൃത്തം വരച്ചു വെക്കും. എന്നിട്ട് ആമ വില്ലും അമ്പും കയ്യിലെടുത്തുകൊണ്ട് അമ്പ ചെയ്യാൻ നിൽക്കുന്ന കൃത്യമായിട്ട് ആ വട്ടത്തിനകത്ത് തന്നെ അതേത് കൊള്ളിക്കാൻ ശ്രമിക്കും. അതിനകത്ത് കൊള്ളാതെ മറ്റേതെങ്കിലും വശത്തേക്ക് പോയാൽ അല്ലെങ്കിൽ അത് പോയാൽ അത് ഉന്നം തെറ്റിയെന്നാ. അന്ന് പറഞ്ഞ ന്യായപ്രമാണവും അതുപോലെ തന്നെ ഉന്നം തെറ്റരുത്. ന്യായപ്രമാണവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അതിനകത്ത് എഴുതിയിരിക്കുന്ന വചനങ്ങൾ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ അത് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് മുന്നോട്ട് പോകാനാണ് ആമേൻ ദൈവം നമുക്ക് ന്യായപ്രമാണ സത്യവേദ പുസ്തകം സ്വർഗത്തിന്റെ നിയമം തന്നത്. പക്ഷേ ആ പ്രമാണം നിങ്ങൾ അനുസരിക്കാതെ വന്നപ്പോൾ നിങ്ങൾ ഇത് ഉന്നം തെറ്റിയവന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ പ്രമാണത്തിൽ പുറത്തുപോയി അത് പാപമായി മാറി. ഹല്ലേലൂയ, രക്തം ചെയ്യും. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹോവയായ ദൈവം യോശുവോട് പറഞ്ഞ് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. നിങ്ങൾ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു, എന്റെ 8-ാം വാക്യം എഴുതി, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം എന്താ രേഖപ്പെടുത്തി വെച്ചത്? ന്യായപ്രമാണം അല്ലെങ്കിൽ അത്തെക്കുറിച്ച് പറഞ്ഞത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസ് ലഹരിക്കകത്തല്ല സന്തോഷിക്കേണ്ടത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അതുപോലെ സന്തോഷം വേറെങ്ങും കിട്ടത്തില്ല. നിന്റെ കൂട്ടുകാരിയോ നിന്റെ സ്നേഹിതരോ ഉറ്റവരോ ഉടയവരോ ബന്ധുക്കളോ സന്തത സഹചാരികളോ നിന്റെ പണമോ സമ്പത്തോ പ്രതാപമോ വിദ്യാഭ്യാസമോ നിന്റെ ജംഗമ സ്വത്തുക്കളോ ഒന്നും നിനക്ക് സന്തോഷം തരത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാൻ ഏറ്റവും നല്ലത് ദൈവത്തിന്റെ പ്രമാണമാണ്. നീ കഷ്ടതയുടെ നടുവിൽ, സങ്കടത്തിന്റെ നടുവിൽ, ദുഃഖത്തിന്റെ നടുവിൽ, നിരാശയിൽ, മരണത്തിന്റെ മുൾമുനയിൽ എത്തി ജീവിതം അടുത്ത് ഇനി ജീവിതം വേണ്ട, മരിച്ചേക്ക എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടുകയാണോ? കടങ്ങൾ കൊണ്ട്, കടക്കളികൾ കൊണ്ട്, ജപ്തി കൊണ്ട്, രോഗത്താൽ എല്ലാം തകർന്ന്, വ്യവസായം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, വിസ നഷ്ടപ്പെട്ട്, പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ വിദേശത്ത് കഷ്ടസഹിക്കുന്ന, മടരാജ്യത്ത് നൊമ്പരം അനുഭവിക്കുന്ന, നാട്ടിൽ കഷ്ടസഹിക്കുന്ന, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി നിന്റെ ഹൃദയം സങ്കടത്തിലാണോ? ഹല്ലേലൂയ. അങ്ങനെയുള്ള ജീവിതം കൊണ്ട് ദൈവാത്മാവ് പറയാണ്, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ ഹല്ലേലൂയ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അതുകൊണ്ടാണ് സംഗീതം 1-2 പറഞ്ഞത് എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവയെ രാപ്പകൽ വായിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പം ന്യായപ്രമാണം സന്തോഷിച്ചിട്ട് രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ കഷ്ടതയും ദൈവം വിടിവിക്കും, അവന്റെ പ്രതിസന്ധി വിടിവിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഹൃദയം നിനക്ക് ഉണ്ടായെങ്കിൽ നന്ന് എന്ന് യഹോവയായ ദൈവം ഇസ്രായേലിനെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നുവെന്നാണ്. നമ്മൾ സങ്കീർത്തനം 34:17 നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന അവ എല്ലാറ്റിനും വിടിവിക്കും. അവിടെ 34:18 സംഗീതം കാണാൻ കഴിയും. അത് നിന്റെ തകർച്ചകളുടെ നടുവിലേക്ക് ഇറങ്ങി വരും ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്ര കാലമായി നിനക്കൊരു സമാധാനമില്ലാതെ ജീവിക്കാൻ തുടങ്ങി, സന്തോഷമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വേദനയുടെ അനുഭവമല്ല. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ വേദനയും നിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും, നീ ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, ഹൃദയത്തിനകത്ത് വേദനിക്കുന്ന അനുഭവമില്ലേ? നീ നന്നായിട്ട് ചിരിച്ചിട്ട് എത്ര കാലമായി, നന്നായിട്ട് നീ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി? നിന്റെ സമാധാനം കെട്ടുപോയ അനവധി സാഹചര്യങ്ങളില്ലേ സഹോദരി സഹോദര? എന്താണ് നഷ്ടപ്പെട്ടു പോയത്? നീ ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ ചട്ടങ്ങൾ, വിധികളും കൽപ്പനകളും അനുസരിപ്പാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ഹൃദയം പൊട്ടക്കിണർ പോലെ ആയി മാറി കഴിഞ്ഞപ്പോൾ പൊട്ടയാണലി തൊട്ട് സകലവും നിന്റെ ഹൃദയത്തിൽ വന്നുകൂടി. എന്ന് പറയുന്ന ലോകത്തിന്റെ സകല മാലിന്യങ്ങളും നിന്റെ ഹൃദയത്തിൽ വന്നു കൂടിക്കഴിഞ്ഞപ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വചനം മാറിപ്പോയി. എന്റെ ഹൃദയം എന്ന് ശൂന്യമായി മാറി. അതുകൊണ്ടാണ് കർത്താവ് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാണ്. ചില ചെറുപ്പക്കാരെ കണ്ടില്ല, യൗവനക്കാരെ കണ്ടില്ല, അവരുടെ ജീവിതകാലത്ത് ഈ ഡ്രൈവർമാരെ കൂട്ട് നമ്മൾ മനസ്സിലാക്കി നോക്കണം, കുറ്റപ്പെടുത്തുകയില്ല.
അവർക്ക് ലഭിക്കുന്ന പൈസ മുഴുവൻ മദ്യപിക്കും. ചില പണിക്കാരെ കണ്ടിട്ടില്ലേ, ഈ അല്ലെങ്കിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ, അവർക്ക് ഒരു ദിവസം 1000, 1500 രൂപയൊക്കെ പണി ചെയ്തെടുക്കുന്നവരുണ്ട്. അത് കൂടുതൽ പണി തരും. അവരെന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് കള്ളു കുടിച്ച് കഞ്ചാവ് പിടിച്ച് മയക്കുമരുന്ന് അടിച്ച് ഒക്കെ ചെലവഴിച്ച് തീർക്കും. ആകുന്ന കാലത്ത് അനവധി അവരോട് ബുദ്ധി പറഞ്ഞു കൊടുക്കും, നീ അത് ചെയ്യരുത്, നിനക്ക് രോഗം വരും, ക്യാൻസർ വരും, നീ തകർന്നതിന്റെ ഹൃദയം പോകും, നിനക്ക് അറ്റാക്ക് വരും എന്നൊക്കെ പറയും. പക്ഷെ അനുസരിക്കത്തില്ല. എന്തു പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അങ്ങനെ ചില നാളുകൾ കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഇവൻ കുടിച്ച ലഹരിയും മയക്കുമരുന്നും ഇവന്റെ ഹൃദയം തകരും. ഇവന് കരൾ സംബന്ധമായ രോഗങ്ങൾ, ലെൻസ് ആമ ഹൃദയത്തിനകത്ത് അനവധി രോഗങ്ങൾ വരും. അവസാനം രോഗിയായി മാറും, ബ്ലോക്ക് ആവും, അറ്റാക്കാവും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ അവൻ ഒന്നിൽ അവനെ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിന്റെ സൗഖ്യം കിട്ടും. പിന്നെ ഒരു ജോലിയും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ അവന്റെ പണി എന്താ? ലോട്ടറി ടിക്കറ്റ് വിൽക്കുക എന്നുള്ളതാ. അല്ലേലിയ. വിൽക്കുന്ന തെറ്റല്ല, തെറ്റെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവരെ ആദരിക്കും, ബഹുമാനിക്കുകയും തന്നെ. കാരണം ഒരു മാർഗമില്ലാത്തവരും വൈകിട്ടുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ചെയ്യട്ടെ. അല്ലേലിയ. അവർക്ക് ജീവിക്കണം, മോഷ്ടിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നന്നായിട്ട് ആരോഗ്യത്തോടെ ദൃഢഗാത്രമായി കോമ്പുള്ളും സുനേത്രനും ഒക്കെ ആയിട്ട് നടന്ന അനവധി ആളുകൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതകാലത്തിൽ നന്നായിട്ട് പണിയെടുത്ത് ജീവിച്ച കാലഘട്ടങ്ങൾ അവർ ദൈവത്തെ അനുസരിക്കാതെ ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് അവരുടെ ഹൃദയം വിട്ടുകൊടുത്തത് കൊണ്ട് മഹാരോഗിയായി മാറി. ഇന്നിട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ നടക്കുക. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, നിന്റെ ഹൃദയത്തിനകത്തെ അശുദ്ധി നീ മാറ്റിക്കളഞ്ഞിട്ട്, ചെടികമായ ചിന്തകളെ നീക്കിക്കളഞ്ഞിട്ട്, ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും പ്രമാണങ്ങളും വിധികളും അവന്റെ ചട്ടങ്ങളും അനുസരിക്കാൻ തക്കതായ ഒരു ഹൃദയം നിനക്ക് ഉണ്ടാകണമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? നിന്റെ മക്കൾക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയും? നിനക്ക് നിന്റെ മക്കളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് എന്നും പ്രശ്നമല്ലേ? നിനക്ക് കിട്ടുന്ന മുഴുവൻ മദ്യം കുടിച്ചിട്ട് നീ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പറയേണ്ട വാക്കെന്താണ്? മാതാവിനോട് സംസാരിക്കുന്ന വാക്കുകൾ, പിതാവിനോട് സംസാരിക്കുന്ന വാക്കുകൾ, സ്വന്തം ഭാര്യയോട് എന്ത് സംസാരിക്കണം, മക്കളോട് എന്ത് സംസാരിക്കണം തിരിച്ചറിയാൻ കഴിയാതെ ഒരുവിധം ഭ്രാന്തനെ പോലെയല്ലേ നിന്റെ ജീവിതം? യഥാർത്ഥ ഭ്രാന്തൻ നിന്നെക്കാട്ടി ശ്രേഷ്ഠമാണ്. കള്ളു പിടിച്ച് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് വെളിവ് നഷ്ടപ്പെട്ട് വരുന്ന സഹോദരൻ നിന്നെക്കാട്ടി ശ്രേഷ്ഠൻ ഭ്രാന്തനെ. കാരണം അവൻ ആരോടും മിണ്ടത്തില്ല. അവനൊന്ന് എവിടെയും മാറി പൊട്ടിച്ചിരിച്ചല്ലേ അവന്റെ ഇര തേരി അവനങ്ങ് നടക്കും. പക്ഷെ നീ അതാണോ? നീ കുടിച്ച് മൂത്ത് മുരടിച്ച് നീ ഭവനത്തിലേക്ക് വന്ന് നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ദേശത്ത് സമൂഹത്തിൽ ബന്ധുക്കളോട്, സ്വന്തക്കാരോട്, അയൽവാസികളോട്, നിയമത്തോട്, നിയമപാലകരോട്, ക്രമസമാധാന പാലകരോട്, നീ നിൽക്കുന്ന സമുദായത്തിന്റെ നേതൃത്വത്തോട് സംസാരിക്കാൻ കഴിയാത്ത വിധത്തിൽ നീ എന്തൊക്കെയോ വിളിച്ചു പോവുക. അസഭ്യം. എന്റെ ഹൃദയം നശിച്ചുപോയി. ഹല്ലേലൂയ. ചില കുടുംബത്തിനകത്ത് പറയുന്ന വാക്കുകൾ കേൾക്കാകി, ചില കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും മക്കളോട് ഇന്ന് പറയുന്ന വാക്കുകൾ കേൾക്കാകി, ഹല്ലേലൂയ, 7 ആറ്റിച്ചൊന്ന് കുളിച്ചാൽ തീരത്തില്ല. ആ പാവം. ഹല്ലേലൂയ. അത്ര അശുദ്ധമായ വാക്കുകളാ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിന്റെ ഹൃദയം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സാക്ഷിയെ ലംഘിക്കുക, ദൈവോദ്ദേശത്തിൽ നിങ്ങൾ മാറി നിൽക്കുക. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാതെ വരുമ്പോൾ നിങ്ങൾ മനസ്സാക്ഷിയെ ലംഘിക്കുന്നു, ദൈവത്തിന്റെ പ്രമാണത്തെ നിങ്ങൾ ലംഘിക്കുന്നു, വിശുദ്ധിയെ നിങ്ങൾ ലംഘിക്കുന്നു, നിയമത്തെ നിങ്ങൾ ലംഘിക്കുന്നു. അങ്ങനെ സകലത്തെയും ലംഘിക്കുമ്പോൾ നീ ഒരു പാപിയായ മനുഷ്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശ്യമാക്കി 28-13 പറഞ്ഞ്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ലംഘനം മറച്ചു വെക്കാൻ പാടില്ല. ഏറ്റു പറഞ്ഞാൽ പോലെ ഉപേക്ഷിക്കണം. 32 സംഗീതം, ലംഘനം മറച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ആത്മാവിൽ അല്ലിയ കപടമില്ലാതെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലിയ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള പ്രമാണങ്ങളാണ്, നിയമങ്ങളാണ്, ജീവന്റെ വചനങ്ങളാണ്. അതെല്ലാം നിന്റെ ജീവിതത്തിന് ബുദ്ധിപദേശമാണ്. പക്ഷെ നീ അതനുസരിക്കുന്നില്ല എന്നുള്ളതാണ് രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറഞ്ഞ കർത്താവ് ന്യായപ്രമാണത്തിൽ 10 കൽപ്പനകൾ നൽകിയിരിക്കുന്നു. അതിൽ 4 കൽപ്പനകൾ മനുഷ്യൻ കർത്താവിനോട് ചെയ്യേണ്ടതാണ്, ആ കടമകളാണ്. എന്നാൽ മറ്റ് 6 കൽപ്പനകൾ മനുഷ്യർക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട ബന്ധങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ 4 കൽപ്പനകൾ, അല്ലെങ്കിൽ 10 കൽപ്പന, ആദ്യത്തെ 4 കൽപ്പനകൾ നമ്മൾ കർത്താവിനോട് ചെയ്യേണ്ട കാര്യങ്ങളാ. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് മീതെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമ അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവം ആകുന്നു. എന്നെ ഭയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 അല്ലെങ്കിൽ 1000 തലമുറ വരെ ദയ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. 1-2 കൽപ്പന. മൂന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല. നാലാമതെന്താ? നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബ്ബത്ത് ശുദ്ധീകരിച്ച് ആചരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേല ചെയ്യുക. 7-ാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കാളയും കഴുതി നിനക്കുള്ള യാതൊരു നാൽക്കാരിയും നിന്റെ പടിവാതിലുകൾക്കകത്ത് ഉള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്നെപ്പോലെ സ്വസ്ഥമായിരിക്കേണ്ടത് തന്നെ. ഈ 4 കൽപ്പനകൾ നാം ദൈവത്തോട് ചെയ്യേണ്ടതാണ്, ദൈവത്തോട് പ്രമാണിക്കേണ്ട. ബാക്കിയുള്ള കൽപ്പനകളെല്ലാം അല്ലെങ്കിൽ മനുഷ്യനുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളത് വായിച്ചു നോക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് 10 കൽപ്പനകൾ ദൈവം നമുക്ക് തന്നിട്ട് ഇസ്രായേലിന്റെ പാപമുഖാന്തരം മോശയെ അത് എറിഞ്ഞു പൊട്ടിച്ചെങ്കിലും ദൈവം വീണ്ടും സിനായി പർവ്വതത്തിൽ മോശയെ വിളിച്ച് രണ്ടാമത് വേണ്ടി കൽപ്പന എഴുതി കൊടുക്കുക. ആവർത്തനമായിട്ട് നമുക്ക് പുറപ്പാട് ആവർത്തന പുസ്തകത്തിൽ എഴുതി തന്നിരിക്കുക. നീ അത് പ്രമാണിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവിടെ ദൈവത്തിന്റെ വചനം പറയുക 5-ാമത്തെ, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. മനുഷ്യരുടെ ബന്ധമാണ്. ഹല്ലേലൂയ. 6 കുല ചെയ്യരുത്. 7 വ്യഭിചാരം ചെയ്യരുത്. 8 മോഷ്ടിക്കരുത്. 9 കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. 10-ാമത്തെ കൽപ്പന എന്താ? കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. ഇന്ന് അതേ ഉള്ളൂ. അല്ലേ? 10-ാമത്തെ കൽപ്പന എന്താ? സ്വാഭാവിക ക്രൈസ്തവ വിശ്വാസത്തോടെ ചോദിക്കട്ടെ, 10-ാമത്തെ കൽപ്പന എന്താ? കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. ലോകത്തുള്ള സകല ജനത്തോട് പറയട്ടെ, കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. കൂട്ടുകാരന്റെ ഭവനത്തെയും അവൻ നിലത്തെയും അവന്റെ വേലക്കാരിയും അവന്റെ കാളയും കഴുതിയും കൂട്ടുകാരനുള്ള ഒന്നിനെയും മോഹിക്കരുത്. ഒന്നിനെയും മോഹിക്കരുതെന്ന മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നാണ് യാക്കോബിന്റെ ലേഖനം രേഖപ്പെടുത്തുന്നത്. അപ്പൊ കൽപ്പനകൾ നാം പ്രമാണിക്കണം. അതുകൊണ്ടാണ് യഹോവയെ ദൈവം ഇസ്രായേലിന് കൽപ്പന കൊടുക്കും പറഞ്ഞത്, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. നീ മാനസാന്തരം പണങ്ങുക. നിന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റാൻ വേണ്ടി നീ ഏതെല്ലാം വഴികളുടെ യാത്ര, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറ്റാൻ, പാപം മാറ്റാൻ, നിന്റെ മക്കളുടെ വേദന വഴിക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ ഒരു പോരാട്ടങ്ങൾ മാറ്റാൻ, നിന്റെ കുടുംബത്തിനുള്ള വല്ല പ്രതിസന്ധികളെ നീക്കുവാൻ വേണ്ടി നീ ഏതെല്ലാം വഴികൾ, ഏതെല്ലാം യാത്ര ചെയ്ത്, ഏതെല്ലാം മാർഗം നീ അന്വേഷിച്ചു, ആരെയെല്ലാം കണ്ട് എന്തെല്ലാം നീ ചെയ്തു കൂട്ടി, ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ, ഏതെല്ലാം സ്ഥലങ്ങളിൽ കടന്നുപോയി, എന്തെല്ലാം നേർച്ചകളും കാഴ്ചകളും നീ ചെയ്തു, എന്തെല്ലാം വഴിപാടുകൾ ചെയ്തു. ഹല്ലേലൂയ. എന്നിട്ട് നിന്റെ കുടുംബം ശരിയായോ? ശരിയായില്ല. നിന്റെ കുടുംബം ശരിയായില്ല. ഇന്ന് നിന്റെ കുടുംബം കാന്തത്തിൽ മുട്ടസൂചി ഉടക്കി കിടക്കുന്ന പോലെ. കണ്ടിട്ടുണ്ടോ കാന്തത്തിൽ മുട്ടസൂചി ഉടക്കി കിടക്കുന്നത്? ഇല്ല, നിങ്ങൾ കാന്തം എടുത്തിട്ട് ഒരു മുട്ടസൂചി കവർ പാക്കറ്റ് മേടിക്കണം. ആ മുട്ടസൂചി പാക്കറ്റ് കുടഞ്ഞിട്ടിട്ട് ഈ കാന്തം അതിലൂടെ കാണിക്കണം. ഈ മുട്ടസൂചി എല്ലാം കൊണ്ട് അതിലൂടെ കോർത്താൻ പിടിക്കും. പിന്നെ എവിടെ കൊണ്ടാലും കൈ മുറിയത്തക്കതില്ല ഈ മുട്ടസൂചി அதை കുത്തിപ്പിടി എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിനകത്ത് അതുപോലുള്ള അനുഭവം വന്നു. നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവനെ കുറിച്ച് ദോഷം പറയുക, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുക, മറ്റുള്ളവനെ അപമാനിക്കുക, കൂട്ടം ചേർന്ന് അവനെതിരെ തന്ത്രങ്ങൾ മെനയുക. ഇതൊക്കെ ചെയ്യുന്ന നിന്റെ ഹൃദയമുണ്ടല്ലോ, അലിയ നിന്റെ ഹൃദയത്തിനകത്തെ ആ ശൂന്യതയുണ്ടല്ലോ, ആ ദുഷ്ടചിന്താഗതികൾ, അതിന് തക്കതായിട്ട് നിനക്കും നിന്റെ കുടുംബത്തിനകത്തും കൂടാതെ നിന്റെ മക്കളുടെ മേലും നിന്റെ തലമുറയുടെ മേലും പാപം വരും, ശാപം വരും. അപ്പനും അമ്മയും ചെയ്തു വെക്കുന്ന ശാപം മക്കളുടെ മേൽ വരുമെന്ന്
അതാ കർത്താവ് പറഞ്ഞത്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അതെ, നീ ചെയ്തു വെച്ച സകല പാപത്തിന്, നീ ചെയ്തു വെച്ച സകല ക്ഷുദ്രത്തിന്റെയും പ്രതിഫലമുണ്ടല്ലോ നിന്റെ തലമുറ, മൂന്നാമത്തെ നാലാമത്തെ തലമുറ അനുഭവിക്കുന്നു. ഈ വേദപുസ്തകം മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. നീ മാനസാന്തരപ്പെടുണ്ടെങ്കിൽ വാ. ഹല്ലേലൂയ. അപ്പൊ 40 ദിവസം സീനായി മലമുകളിൽ ഉപവസിച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന മോശെ മലയടിവാരത്തുള്ള ഇസ്രായേൽ സ്വർണ്ണക്കാളക്കുട്ടി ഉണ്ടാക്കി അതിനു മുമ്പിൽ സ്തോത്രം നഗ്നരായി നൃത്തം ചെയ്തുകൊണ്ട് ഉത്സവം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് കോപാകുലനായി കണ്ട മോശ, ഹല്ലേലൂയ, ആ 2 കൽപ്പനകളെയും മലയടിവാരത്തിൽ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞുവെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പാട് ദിവസം 32-ാം അധ്യായം വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. 32-ാം അധ്യായം വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഹല്ലേലൂയ. സകലവും, ഹല്ലേലൂയ, ജനത്തിന്റെ പാപം, ഹല്ലേലൂയ, ജനത്തിന്റെ പാപം മുഖാന്തരം എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പം എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നത് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടിയില്ല. അവരോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ആ പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് വരച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ജനം ഒക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് രൂപമുണ്ടാക്കി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ജനം എന്ത് ചെയ്തു? അവയെ നമസ്കരിച്ചു പോന്നു. കാളക്കുട്ടി ആരാധിക്കാൻ വേണ്ടിയിട്ട് അന്ന് ജനം ഒരുങ്ങി. അപ്പൊ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം കാളക്കുട്ടി ഉണ്ടാക്കി അവർക്ക് ദൈവമായി വെച്ചുകൊണ്ട് അതിനു മുമ്പിൽ നൃത്തം ചെയ്യാൻ, നഗ്നരായി നൃത്തം ചെയ്യുന്ന ജനത്തിന്റെ ആരവാരം കേട്ടിട്ട് മോശ എന്ത് ചെയ്തു? തന്റെ കയ്യിലിരുന്ന കൽപ്പലക, ഹല്ലേലൂയ, എറിഞ്ഞുടച്ചു. ഹല്ലേലൂയ, എറിഞ്ഞുടച്ചു. ഹല്ലേലൂയ, എറിഞ്ഞുടച്ച് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു എന്നാണ്, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 32:19 കാണുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 32:26 പറയുന്നുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വാൾ അരക്കി കെട്ടുക, പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തരും താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേര് വീണെന്നാണ്. ദൈവകൽപ്പന പ്രമാണിക്കാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ദുഷ്ടചിന്ത മുഖാന്തരം അവർ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചതിന്റെ പേരിൽ യഹോവയുടെ ഉള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യർ മോശയോടൊപ്പം ചേർന്ന് നിന്നു. അന്ന് ദൈവകൽപ്പന ലംഘിച്ചവരെ അന്ന് വാളിനാൽ കൊന്ന 3000 പേര്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹൃദയം അത്രമാത്രം അശുദ്ധമായി എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ഒരു വശത്ത് ഇസ്രായേലും മനസാക്ഷി ഉടച്ചു, മറുവശത്ത് മോശ കൽപ്പനകളെ ഉടച്ചു. ഇന്നും ജനം ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ദൈവവുമായുള്ള ബന്ധം ഉടച്ചു കളയുക. മനസ്സും മാംസവും ആഗ്രഹിക്കുന്ന വിധം നടക്കുവാൻ, ഹല്ലേലൂയ, അവരാഗ്രഹിക്കുക. ഒരു വശത്ത് ജനം മനസാക്ഷി ഉടച്ചു, മറുവശത്ത് മോശ കൽപ്പനകളെ ഉടച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ ലൗകിക സുഖങ്ങളാണ് ജനം ആഗ്രഹിക്കുന്നത്. ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ദൈവമായുള്ള ബന്ധം, ന്യായപ്രമാണത്തെ ഉടച്ചു ദൈവത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളെ ഉടച്ചു കളഞ്ഞിട്ട് ഈ ലോകത്തിന്റെ ലൗകിക സുഖങ്ങൾക്കകത്ത് മുഴുകി വീഴുകയാണ്. അല്ലേ, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരാൻ സമയമായെന്ന് നീ മാനസാന്തരത്തിൽ മടങ്ങി എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നോട് ദൈവത്തിന്റെ ദൂത് പറയാൻ നിന്റെ കുടുംബത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. നീ നിന്റെ കുടുംബം ക്രമീകരണത്തിലൂടെ വന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവിന്റെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ വരിച്ച വിശുദ്ധന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ നീ ജീവനോടെ ഉണ്ടെങ്കിൽ, ജീവനോടെ ഇരിക്കുന്ന നിനക്ക് കർത്താവിന്റെ മേഘങ്ങൾ എടുക്കപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ ജീവിതം നിത്യ നരകത്തിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ നമ്മൾ മോശ മരിക്കുന്ന മുമ്പ് ആവർത്തന പുസ്തകത്തെ തന്റെ മരണപത്രമായി എഴുതി ഇസ്രായേലിൽ നിങ്ങൾ എന്നേക്കും നന്നായിരിക്കാൻ കർത്താവിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കുവിൻ എന്നൊരു ആലോചന നൽകി. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് കൽപ്പനകളിൽ ന്യായപ്രമാണം നൽകിയിട്ടില്ല, ആത്മീയ പ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കൽപ്പനകളിലല്ല പ്രമാണം, നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലയിലാണ്. അല്ലേ? മോശയ്ക്കെന്ന കൽപ്പനയിൽ കൊടുത്തെങ്കിലും പുതിയ നിയമ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ ദൈവ ന്യായപ്രമാണത്തെ, പുതിയ നിയമ വ്യവസ്ഥ, സഭയുടെ മർമ്മങ്ങളെ, സഭയുടെ ഉദ്ദേശ ശുദ്ധ്യത്തെ, സഭയ്ക്കുള്ള ശുദ്ധീകരണത്തെ കുറിച്ച്, സഭ എന്താണ്, ദൈവമക്കൾ എന്താണ്, ദൈവത്തിനെ, കർത്താവിനെ എങ്ങനെ നമ്മൾ സ്തുതിക്കണമെന്നൊക്കെയുള്ള എല്ലാ പ്രമാണങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ എഴുതി ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയമായി നമ്മൾ ദൈവത്തോട് ചേർന്ന് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി, അവർ എനിക്ക് ജനമായി ഇരിക്കുമെന്ന് എബ്രായ ലേഖനം 8:10 അതുകൊണ്ടാണ് വായിച്ചത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ദൈവത്തിന്റെ കൽപ്പനകളെ നീ ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ പ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുകയുമില്ലെന്നുള്ളതാണ് 37 സങ്കീർത്തനം അതിന്റെ 31 വാക്യം വായിക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ കാൽ വഴുതുകയില്ല. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന പ്രമാതാപിതാവേ, ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആവർത്തന പുസ്തകം 5:29 വാക്യമാണല്ലോ. അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെ പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. സഹാജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഈ പുതിയ നിയമസഭയെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവം പറയുക, നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടം വേണം, എന്റെ കുടുംബത്തിലെ ശാപങ്ങളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ഇന്ന് നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നീക്കി നിന്നെ ഉന്നതമായ നിലയിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. മാനസാന്തരപ്പെട്ട് മടങ്ങി നിന്റെ ഹൃദയം കർത്താവിനെ സമർപ്പിക്കുക. അങ്ങനെയുള്ളവർ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന് പറഞ്ഞാട്ടെ, കർത്താവ് എന്റെ ഹൃദയത്തെ അംഗീകരിപ്പിക്കുക. ഈ ലോകത്തിന്റെ അശുദ്ധമായതൊന്നും വേണ്ട, ഹൃദയത്തിൽ അങ്ങയുടെ ആത്മാവ് മതി, അങ്ങയുടെ വചനം മതി എന്ന് പറഞ്ഞ് എന്നോട് പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ടുകൊണ്ടിരുന്ന കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനത്തിനായി തലമുറകൾക്ക് എണ്ണത്തിൽപ്പെടാത്ത 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലും ജനങ്ങളും, കർത്താവി എണ്ണത്തിൽപ്പെടാത്ത വലിയൊരു കൂട്ടജനം അവിടെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവി രാജ്യരാഷ്ട്ര തലവന്മാർക്കും, എല്ലാ ദ്വീപുകളെയും, എല്ലാ കർത്താവി കർത്താവി ആദിവാസി മേഖലയിലും ട്രൈബൽ മേഖലയിലും എല്ലായിരിക്കും ജനത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നിർമ്മാണ രംഗത്ത്, ക്രമസമാധാന പാലന രംഗത്ത് നിൽക്കുന്ന, ജുഡീഷ്യൽ രംഗത്ത് നിൽക്കുന്ന സകല പേരിലും ജനത്തെയും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയ ചെറിയ ശൈശവത്തിനും ബാല്യ കൗമാരി യൗവനത്തിനും വാർദ്ധക്യമ്മ നിരാനുഭൃത്ത അശന യാച്ച റോഷന്റെ ചോട്ട തടവറയിലായിരിക്കുന്ന സകല ജനത്തെ കർത്താവ് കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് കേരളത്തിൽ, ഭാരത വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നു ഒരു കഷ്ടസംഘം പലപ്പെടുന്ന രോഗികളായിരിക്കുന്നവർ, മദ്യത്തിന് മയക്കുവെപ്പാൻ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, ബന്ധനങ്ങൾ, ശാപങ്ങൾ അറിയപ്പെട്ട കുടുംബങ്ങൾ, കർത്താവിഹരിയ അനവധി ആളുകൾ മരണത്തിനിടയിലൂടെ കടന്നുപോകുന്ന വൈകല്യങ്ങൾ അറിയപ്പെട്ടവർ, സമാധാന സ്വസ്ഥത സന്തോഷമില്ലാതെ കടക്കണിയാൽ ഭാരപ്പെടുന്ന, ആത്മഹത്യയ്ക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന, മരിച്ചാമതി എന്ന് പറയുന്ന അനവധി കുടുംബങ്ങൾ, ജീവിതം തകർന്ന കുടുംബം ഛിന്ന ഭിന്നമായി ഡിവോഴ്സിന്റെ കേസുകളുമായി ആയിരക്കണക്കിന് കേസുകൾ കോടതികൾ കെട്ടിക്കിടക്കുമ്പോൾ എന്തുപോലെ കർത്താവ് നിങ്ങൾക്ക് വിടുവിക്കണേ. കുടുംബത്തിനകത്തെ സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബത്തിനകത്തെ ചേർച്ചയുടെ സന്തോഷമില്ല, കുടുംബം ഛിന്ന ഭിന്നമായി കിടക്കുന്ന അനവധി കുടുംബങ്ങളെ ഇതുപോലെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനമെല്ലാം മടങ്ങുമെന്ന് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ, കർത്താവിലൂടെ അവരുടെ ഹൃദയം കൊടുക്കുവാൻ, കർത്താവിന്റെ വരവിൽ പ്രത്യാശകളെ തീരുവാൻ, ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും കൽപ്പനകളും അവന്റെ വിധികളെല്ലാം അനുസരിക്കുന്ന നല്ല ഹൃദയം ഈ ജനത്തിനുണ്ടാകുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് വിഭാഗത്തിന്, ഏത് ജാതിയിൽപ്പെട്ടവരെ ദൈവം ഒരേപോലെ സ്നേഹിക്കുന്നുള്ള തിരിച്ചറിവ് ഈ ജനത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടാകണമേ താൻ പ്രാർത്ഥിക്കുന്നു. തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ വിടുതൽ കൊടുക്കണമേ. മരണത്തിനും വലിയ വിടുതൽ കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. അനവധി നിങ്ങളുടെ തലമുറകൾക്ക് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലമുറകൾക്ക് മാനസാന്തരം മടങ്ങി കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മോഹങ്ങളിൽ മായ ഇച്ഛകൾ അകപ്പെട്ട് തകർന്നു പോകാതെ കർത്താവ് ഈ ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. സകലമുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.